പ്രിയ ദൈവമക്കളെ, ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നത്? ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള അല്ലെങ്കിൽ ദൈവഭക്തനായ ഒരു പാസ്റ്ററിനെ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ദൈവവേലക്കാരനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ നിങ്ങൾ പല മെസ്സേജുകളും കേൾക്കുന്നവരാണ്, പല സഭകളിലും പോകുന്നവരാണ്, പല കൺവെൻഷൻ യോഗങ്ങളിലും പോകുന്നവരാണ്. ഒരുപാട് പേര് വന്ന് പ്രസംഗിക്കാറുണ്ട്, പലരും പല ദൂതുകളും പറയാറുണ്ട്, പല രീതിയിൽ വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് വളരെ പ്രധാനമാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ദൈവദാസനെയും കള്ളപ്രവാചനെയും തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് വേണം, വിവേചിച്ചറിയുവാനുള്ളൊരു കഴിവ്. അതിനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെ നമുക്ക് ഒരു ശരിയായ ദൈവദാസനെ തിരിച്ചറിയാം? നമ്പർ 1, പാപം, നീതി, ന്യായവിധി എന്നിവയെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും ഈ ശരിയായ ദൈവദാസൻ. രണ്ടാമതായി, നമ്മൾ വിശ്വാസത്താൽ നേടിയെടുത്ത രക്ഷ, ആ രക്ഷയെ നിലനിർത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി വചനത്തിൽ നിന്നും വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ശരിയായ ദൈവദാസൻ. മൂന്നാമതായി, ഫ്രണ്ടിലിരിക്കുന്നവരാരായിരുന്നാലും അവരുടെ മുഖം നോക്കാതെ പാപത്തെ പാപമാണെന്ന് ശക്തമായിട്ട് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ യഥാർത്ഥ ദൈവദാസൻ. നാലാമതായി, യഥാർത്ഥ ദൈവദാസൻ താഴ്മയോടുകൂടെയും എളിമയോടുകൂടെയും ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അഞ്ചാമതായി, ദൈവത്തിൽ നിന്നുള്ള ഉപദേശങ്ങൾ തുടർച്ചയായിട്ട് അന്വേഷിക്കുകയും ആ അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ശരിയായ ദൈവദാസൻ. ആറാമതായി, ആരാധനകളിലും മറ്റ് യോഗങ്ങളിലും സ്വയം പുകഴ്ച ആഗ്രഹിക്കാതെ, മറ്റുള്ളവർ തന്നെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കാതെ, എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുവാനായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ശരിയായ ദൈവദാസൻ. ഏഴാമതായി, ദൈവത്തിൻ്റെ വചനം, അതായത് പ്രസംഗിക്കുന്ന വചനത്തെ, പഠിപ്പിക്കുന്ന വചനത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതുപോലെ ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ തരത്തിലുള്ള ഒരു ജീവിതവും നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ 7 കാര്യങ്ങളുള്ള ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനെ ഈ കള്ളപ്രവാചകന്മാരും ദൈവത്തിൻ്റെ വചനത്തെ ദുഷിക്കുന്നവരുമായിട്ടുള്ള ഇടയിൽ നിന്നും കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.